Good afternoon. Good afternoon, Miss. All of you, good afternoon. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഡിക്കൽ ബില്ലിംഗ് വരെ ആയിരുന്നു എടുത്തത് അല്ലേ? എല്ലാവരും വായിച്ചു നോക്കിയല്ലോ അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ? മെഡിക്കൽ ബില്ലിങ്ങിലോ അല്ലെങ്കിൽ പേഷ്യന്റ് പോർട്ടലിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? പേഷ്യന്റ് പോർട്ടൽ ആൻഡ് മെഡിക്കൽ ബില്ലിംഗ്. കണ്ടിന്യൂ ചെയ്യാനാണ് കേട്ടോ. ഇല്ല, ഡൗട്ട് ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ? റിപ്ലൈ ഇല്ലേ നിങ്ങൾക്ക്? ചോദിക്കുമ്പോ ആരെങ്കിലും ഒരാൾ ചോദിക്കുമ്പോ മറുപടി പറയണ്ടേ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആണ് കേട്ടോ. പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. Just as the patient portal with the patient scheduling, patients can arrange their own appointments by merely logging into their respective accounts. This way, they neither should wait in line in front of the doctor's chamber or clinic, nor require to call the clinic repeatedly to have an appointment. All the facilities will be available 24/7 with just a tap away. They can even go with their convenience with the availability of the doctor and make appointments accordingly. This feature is beneficial to the care providers too. They can allow their staff test rooms and specialty apparatus. Okay. അപ്പൊ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊന്ന് നോക്കാം. രോഗിയുടെ പോർട്ടൽ പോലെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് എന്ത്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, അതായത് രോഗിയുടെ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ പേഷ്യന്റ് പോർട്ടലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള ഒന്നാണ് എന്ത്? പേഷ്യന്റിന്റെ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഉപയോഗിച്ച് ഒരു രോഗിക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ എന്താണ് സാധിക്കുന്നത്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഉപയോഗിച്ച് രോഗികൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ സ്വന്തം അപ്പോയിന്റ്മെന്റുകൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ പേഷ്യന്റ് ഷെഡ്യൂളിലൂടെ എന്ത് ചെയ്താൽ മതി? ഷെഡ്യൂളിലൂടെ, അതായത് അവരുടെ അപ്പോയിന്റ്മെന്റുകൾ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്. ദെൻ ഇതുവഴി അവർ ഡോക്ടറുടെ ചേംബറിന് മുന്നിലോ അല്ലെങ്കിൽ ക്ലിനിക്കിന് മുന്നിലോ വരിയിൽ നിൽക്കേണ്ട അല്ലെങ്കിൽ ക്യൂവിൽ നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ചെയ്താൽ മതി, ലോഗിൻ ചെയ്യാലോ. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? അതെ, ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ആണ് ഈ പറയുന്നത് കേട്ടോ, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എന്താ മതി? അവരുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റുകൾ അവർക്ക് എടുക്കാവുന്നതാണ്. ഇതുമൂലം ഡോക്ടറിന്റെ ചേംബറിന് മുമ്പിൽ കാത്തുകണ്ട, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാം, വരിയിൽ നിൽക്കേണ്ട, ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യവും വരുന്നില്ല. പിന്നെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വിളിക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല. ഓക്കെ, അതാണ് പേഷ്യന്റ് ഷെഡ്യൂളിങ്ങിന്റെ പ്രത്യേകത. പിന്നെ 24/7, അതായത് ആഴ്ചയിലെ 7 ദിവസവും 24 മണിക്കൂറും എന്തുണ്ട്? ഇതിനകത്ത് സംവിധാനങ്ങളുണ്ട്. അതായത് ആളുകൾക്ക് ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാം? ബുക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഒരു പേഷ്യന്റ് ഷെഡ്യൂളിന്റെ ഭാഗമാണ്. ദെൻ അപ്പോയിന്റ്മെന്റുകള് സൗകര്യങ്ങൾക്ക് അനുസരിച്ച് കിട്ടും. അതായത് രോഗിക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത്, ഡോക്ടറുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക?
ആ ഒരു അപ്പോയിന്റ്മെന്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഇതുവഴി, അതായത് ഈ ഒരു പേഷ്യന്റ് ഷെഡ്യൂളിങ്ങിലൂടെ രോഗിക്ക് ഡോക്ടറുടെ ചേംബറിന് മുന്നിലോ ക്ലിനിക്കിന് മുന്നിലോ എന്ത് ചെയ്യേണ്ട, ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. മാത്രമല്ല റിപ്പീറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വിളിക്കുകയും വേണ്ട. 24/7 ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പോയിന്റ്മെന്റുകള് സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് കിട്ടുക. അതായത് രോഗിക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത്, അല്ലെങ്കിൽ ഡോക്ടറുടെ അവൈലബിലിറ്റി എന്താണ്, അപ്പോ രണ്ട് ഇതും കൂടി നോക്കിയിട്ടാണ് എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ് ഇവിടെ ക്രമീകരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യാം കേട്ടോ. 24/7 വർക്കിംഗ് ടൈം ആണ് കേട്ടോ. നിങ്ങൾക്കിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ നിങ്ങളോട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ മിണ്ടാതിരിക്കോ? നിങ്ങൾ മിണ്ടാതിരിക്കോ, റിപ്ലൈ പറയോ? എന്താ ചെയ്യാ? ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്യും? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. മിണ്ടാതിരിക്കോ, റിപ്ലൈ ചെയ്യോ? എന്ത് ചെയ്യാ? എന്താ ചെയ്യാ? റിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിൽ ജോലി കിട്ടില്ല കേട്ടോ. നമുക്ക് ജോലി അവിടെ നമ്മൾ സ്ഥിരം പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ റിപ്ലൈ ചെയ്യണം. എന്നാ മതി. അപ്പൊ ആരെങ്കിലും ഒരാൾ നമ്മളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിന് മറുപടി പറയാം. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. ഇതെന്ന് നമ്മുടെ മാനേഴ്സിന്റെ പ്രധാന ഭാഗമാണ് റിപ്ലൈ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഈ പ്രിസ്ക്രൈബിംഗ് ആണ് കേട്ടോ. ഈ പ്രിസ്ക്രൈബിംഗ്, ഓക്കെ, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണെന്ന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. This software in health information system accelerates the complete prescription process normally done by the staff members of the medical practitioner's office. They are able to send and fill the prescriptions of every patient to the pharmacies online. Also, they can trace the entire process and take any action if required. This way, the whole process becomes quick, safe, and free of error. അപ്പോ അടുത്തത് എന്താ പറയുന്നത്? ഈ പ്രിസ്ക്രൈബിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഹോസ്പിറ്റലിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടത്തുന്നത് ഈ ഒരു വേയിലൂടെയാണ്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയാണ്? അതായത് ഈ പ്രിസ്ക്രൈബിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓൺലൈൻ ആയിട്ടാണ് ഇത് നടത്തുന്നത്. ഓക്കെ, ഓൺലൈൻ, അതായത് HMS സിസ്റ്റം വഴിയാണ് നടത്തുന്നത്. പ്രാക്ടീഷണേഴ്സിന്റെ റൂമിലിരുന്ന്, അതായത് ഡോക്ടേഴ്സിന്റെ റൂമിലിരുന്ന് അവിടുത്തെ സ്റ്റാഫുകള് ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യും? ഫാർമസിയിലോട്ട് പ്രിസ്ക്രിപ്ഷൻ സെൻഡ് ചെയ്യുന്നതിനെയാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളിപ്പോ വലിയ വലിയ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ ഡോക്ടറിന്റെ അടുത്തായിട്ട് ജൂനിയർ ഡോക്ടേഴ്സ് നിൽക്കുന്നത് കാണാം. മാത്രമല്ല മറ്റ് സ്റ്റാഫുകൾ നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സ്റ്റാഫുകളിൽ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ മരുന്നുകളൊക്കെ ഡോക്ടർ പറയുമ്പോൾ ആ മരുന്നുകൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യും? ഈ സ്റ്റാഫ് ടൈപ്പ് ചെയ്തിട്ട് ഫാർമസിയിലേക്ക് സെൻഡ് ചെയ്യും. ഇതിനെയാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അടുത്തത് ഇവിടെ പിന്നെ ഒരു ഫീച്ചർ കൂടി ഇവിടെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ സ്പീഡ്, അതായത് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് കാര്യങ്ങൾ സ്പീഡായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കാരണം എന്താ? അധികം അറിവ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കയ്യിലല്ല കിട്ടുന്നത്, മറിച്ച് ഓൺലൈൻ ആയിട്ടാണ് അവൈലബിൾ ആകുന്നത്. ഫാർമസിസ്റ്റിന് അത് ഈസി ആയിട്ട് റീഡ് ചെയ്യാനും കൂടി സാധിക്കും. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. നെക്സ്റ്റ് വൺ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ കാര്യം, അതായത് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം സിമ്പിൾ ആയിട്ട് ചുരുക്കി ഒരു ഷോർട്ട് പോലെ പറഞ്ഞു തരാം. നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ നിങ്ങളുടെ നോട്ടില്. പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ,
E-prescribing എഴുതിക്കോളൂ ട്ടോ. E-prescribing is a process. E-prescribing is a process that allows. E-prescribing is a process that allows healthcare providers to send prescriptions to pharmacies electronically. ഒന്നും കൂടി പറയാം. A process that allows healthcare providers to send prescriptions to pharmacies electronically. എഴുതിയോ? Then ഈ പ്രിസ്ക്രിപ്ഷന് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഈസ് ആക്യുറസി. ആക്യുറസി ആണ്, ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, വായിച്ചെടുക്കാനായിട്ട് പറ്റും. ആക്യുറസി, അതാണ് ആദ്യത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തത് എഫിഷ്യൻസി. ഇതിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്, ചുരുക്കി പറയുന്നത് മാത്രം. എഫിഷ്യൻസി, then safety. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ക്വിക്ക് ആയിട്ടും സേഫ് ആയിട്ടും ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ നീക്കാനായിട്ട് ഈ പ്രിസ്ക്രൈബിങ്ങിലൂടെ സാധിക്കും. ഓക്കെ, അത്രയുമാണ്. വോയിസ് കട്ടാവുന്നുണ്ടോ നിങ്ങൾക്ക്? മറ്റാർക്കെങ്കിലും വോയിസ് കട്ടാവുന്നുണ്ടോ? എന്റെ പ്രശ്നമുണ്ടോ പറയുന്നതില്? ഇല്ല. ഇപ്പൊ പറഞ്ഞ ആളൊന്ന് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടെ റീജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആണ്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. This is another aspiring feature of health information system which enables access to patients' details easily. Healthcare providers deliver good health care to the patients and mitigate severe condition expense. Mitigate എന്ന് പറഞ്ഞാല് ലഘൂകരിക്കുക എന്നാണ് കേട്ടോ, കുറയ്ക്കുക അല്ലെങ്കിൽ ലഘൂകരിക്കുക എന്നാണ് പറയാ. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, RPM. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന്റെ ഷോർട്ട് ഫോം ആണ് RPM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. is really useful for patients who are experiencing chronic health issues. Doctors use the information gathered through RPM for monitoring patients' health status. Also, with these details, they can predict or end situations that would or else require serious medical intervention. Other than chronic health care, RPM is useful for other cases too, such as care for senior citizens, care after discharging a patient, treatment for behavioral health and substance abuse, etc. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. എന്താണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്നാൽ കേട്ടോ? അതായത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് ഇവിടെ ഞാൻ ഈ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ പേഷ്യന്റ് കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പൊ പേഷ്യന്റിന് വീട്ടിൽ വെച്ച് ഒരു ഇൽനെസ് ഉണ്ടാവാണ്, ഒരു അസുഖം ഉണ്ടാവാണെന്ന് വിചാരിക്കാം. പേഷ്യന്റ് ഉടനെ തന്നെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ, അതായത് അദ്ദേഹം ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഡോക്ടറെ കാണാനായിട്ട് നോക്കും, അല്ലെ? ഈ രോഗി ഡോക്ടറെ കണ്ടു, മരുന്ന് മേടിച്ച് തിരിച്ചു വന്നു. ദെൻ വീണ്ടും ഇദ്ദേഹത്തിന് എന്തെങ്കിലും എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഡോക്ടറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ ഒരു സിസ്റ്റം നമ്മുടെ HMS ഒരുക്കി തരുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഡോക്ടറോട് സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ്. അപ്പോ പേഷ്യൻസിന്റെ വൈറ്റൽസ് എന്ത് ചെയ്യും,
എടുക്കാറുണ്ട്. അതായത് ഓരോ കാര്യങ്ങൾ, അതായത് പേഷ്യന്റിന്റെ കാര്യങ്ങളും വൈറ്റൽസ് അല്ലെങ്കിൽ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പേഷ്യൻസിന്റെ പല പല കാര്യങ്ങളും ഡോക്ടറിന് അറിയാനായിട്ട് സാധിക്കും. ഇതിനെയാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആ പേഷ്യന്റിനെ വളരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഈ കാര്യം കൂടി നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും എന്താണെന്ന് കേട്ടോ. അതായത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു ഫീച്ചർ ആണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു ഫീച്ചർ ആണ്. ഇതിലൂടെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് ഈസിയായി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് പേഷ്യന്റ് എന്ത് ചെയ്താൽ മതി, ഒറ്റ തവണ ഒന്ന് ഈ ഒരു സിസ്റ്റത്തിലൂടെ എന്താ മതി, എല്ലാ റെക്കോർഡുകളും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഡോക്ടർക്ക് അറിയാൻ പറ്റും അദ്ദേഹത്തിന്റെ സ്ഥിതി എങ്ങനെയാണ്, അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഇനി ചികിത്സ കൊടുക്കേണ്ടതുള്ള കാര്യങ്ങള് കംപ്ലീറ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോ പേഷ്യന്റ് ഡീറ്റെയിൽസിലേക്ക് ഈസിയായി ആക്സസ് ചെയ്യാൻ സാധിക്കും. ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്ക് നല്ല ഹെൽത്ത് കെയർ പേഷ്യന്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ പേഷ്യന്റും ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ പോലും പേഷ്യന്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഒരുക്കി കൊടുക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്, ഡോക്ടേഴ്സിന് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവസ്ഥാ ചെലവുകൾ കുറയ്ക്കുന്നു, അതായത് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. പേഷ്യന്റ് എന്ത് ചെയ്യണ്ട, ഹോസ്പിറ്റലിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ കാണിക്കണം എന്നില്ല, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഡോക്ടറോട് സംസാരിക്കാം, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റ് കുറയ്ക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണെന്ത്, റിമോട്ട് അല്ല എക്യുപ്മെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട്, അതായത് നമ്മളിപ്പോ ഇതൊരു സിസ്റ്റമാണ്, അതായത് HMS വഴിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. HMS വഴി നമ്മളിപ്പോ പേഷ്യന്റ് അതിനകത്തൊരു പിക്ചർ നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും കേട്ടോ. ഇതൊരു സിസ്റ്റമാണ്. ഓക്കെ, എക്യുപ്മെന്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, നമുക്ക് ഫോൺ വഴി ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഉപകരണങ്ങൾ വഴിയൊക്കെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, ഇപ്പൊ ക്ലിയർ ആവും. ഓക്കെ, അപ്പോ എന്താ പറയാ, ചെലവുകൾ കുറയ്ക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ വിട്ടുമാറാത്ത രോഗങ്ങൾ അനുഭവിക്കുന്ന പേഷ്യൻസ് RPM എന്ന് പറയുന്നത് യൂസ്ഫുൾ ആണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കോൺടാക്ട് ചെയ്യാം, അതുപോലെ തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ളൊരു ഇതും കൂടി ഇത് നൽകുന്നുണ്ട്. അപ്പൊ വിട്ടുമാറാത്ത രോഗങ്ങൾ അനുഭവിക്കുന്ന RPM-ന്, അതായത് ഈ ഒരു പേഷ്യൻസിന് റിമോട്ട് പേഷ്യന്റ് മോണിറ്റർ എന്ന് പറയുന്നത് യൂസ്ഫുൾ ആണ്. ദെൻ പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസിന്റെ ഇൻഫോർമേഷൻ ഡോക്ടേഴ്സിന് മോണിറ്റർ ചെയ്യുന്നത് RPM-ലൂടെയാണ്. അതായത് ഇപ്പോ എന്താ പറയാ, ഡോക്ടർമാർക്ക് അറിയാം, അല്ലെങ്കിൽ ഡോക്ടർമാര് പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഈ ഡോക്ടേഴ്സ് എങ്ങനെയാണ് ഇത് മോണിറ്റർ ചെയ്യുക, അത് ഈ ഒരു റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യുക, ഇത് മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ ഏതൊക്കെ പേഷ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് നോക്കാം. വിട്ടുമാറാത്ത രോഗം ഒഴികെയുള്ള ഹെൽത്ത് കെയർ, അതായത് എന്താ പറയാ, വിട്ടുമാറാത്ത രോഗം എന്ന് പറയുന്നാല് നമുക്ക് അടിയന്തരമായിട്ടുള്ള ചികിത്സകൾ വേണ്ട എമർജൻസി കേസൊക്കെ ഇല്ലേ, അതൊന്നും റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിലൂടെ നമുക്ക് എന്താ പറയാ ചികിത്സിക്കാനായിട്ട് സാധിക്കില്ല. അവരെയൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യേണ്ട ആവശ്യമാണ് വരിക. എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടോ അങ്ങനെയൊന്നും നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അവരെ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ക്രിട്ടിക്കൽ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഈ ഒരു എമർജൻസി ആയിട്ടുള്ള കേസുകൾ ഒഴിച്ച് ബാക്കി എന്താ പറയാ, കുറച്ചും കൂടി എന്താ പറയാ, കുറച്ച് സിവിയർ ആയിട്ടുള്ള പ്രശ്നമുള്ളവര്, ഇപ്പൊ ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങള്, അല്ലെങ്കിൽ ചെറിയ പനി പോലുള്ള പ്രശ്നങ്ങള്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മോണിറ്ററിംഗിലൂടെ എന്ത് ചെയ്യാം, ഡോക്ടറുമായിട്ട് നേരിട്ട് കൺസൾട്ടേഷൻ നടത്താവുന്നതാണ്. പിന്നെ സീനിയർ സിറ്റിസൺസിന്റെ കെയർ, അതായത് മുതിർന്ന പൗരന്മാരുണ്ടല്ലോ, വീട്ടിലിപ്പോ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവരെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ട ആവശ്യകത ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, വീട്ടിലിരുന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ
ഡിസ്ചാർജ് ചെയ്ത രോഗികൾ ഉണ്ടാവില്ലേ, ഡിസ്ചാർജ് ചെയ്ത രോഗികള് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ കെയറും അവരെ കുറച്ച് നാൾക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അവരുടെ കെയറും കാര്യങ്ങളൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില പേഷ്യൻസ്, ചില ആളുകൾ മയക്കുമരുന്ന് അമിതമായിട്ട് ഉപയോഗിച്ച് ഡ്രഗ് അഡിക്ഷൻ വരാറുണ്ട് അല്ലെ ചില ആളുകൾക്ക്. അപ്പൊ അവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയ ഒന്നാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കാണ് RPM ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക്. ഒന്നെന്ന് പറഞ്ഞാല് അതായത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവര്, സീനിയർ സിറ്റിസൺസ്, പിന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന രോഗികള്, അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗമുള്ളവര്, പിന്നെ മെന്റൽ സ്റ്റാറ്റസ് ഉണ്ട് കേട്ടോ. അതായത് ഇതാണ് ഇവിടെ ബിഹേവിയർ, പെരുമാറ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിഹേവിയർ ഹെൽത്ത് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ബിഹേവിയറൽ ഹെൽത്ത്. അതായത് മെന്റൽ സ്റ്റാറ്റസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവര്, അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റി ശരിയല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ, അവർക്കും എന്തെയാണ് ഈ ഒരു റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിലൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? ഫുൾ ഫോം ആണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ഫുൾ ഫോം ഞാനിത് ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ അത് മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. സബ്സ്റ്റൻസ് അബ്യൂസ് മീൻസ് മയക്കുമരുന്ന് ദുരുപയോഗം, സബ്സ്റ്റൻസ് അബ്യൂസ് കേട്ടോ, മയക്കുമരുന്ന് ഉപയോഗിക്കുക. അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എഴുതിക്കോളൂ കേട്ടോ. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് അഥവാ RPM is a telehealth technique. എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്, ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. is a telehealth technique that allows healthcare providers to monitor patients outside of a traditional clinic setting. Outside of a traditional clinical setting. ഒന്നുകൂടി പറയാം കേട്ടോ. RPM is a remote patient monitoring is a telehealth technique. Telehealth technique ഞാൻ പറഞ്ഞില്ലേ ഫോണിലൂടെ വിളിക്കുന്നതാണെന്ന്. Telehealth technique that allows healthcare providers to monitor patients outside of a traditional clinical setting. അടുത്തത് ഒരു ഇതായിട്ടും കൂടി എഴുതാം, അതിന്റെ താഴെ തന്നെ എഴുതാം. It's collect and share health data. It's collect and share health data such as vital signs, weight, vital signs,
weight, and blood pressure. And blood pressure. ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള്. ഇപ്പൊ എഴുതിയതൊന്ന് വായിച്ചു നോക്കിയേ. ക്ലിനിക്കൽ സെറ്റിംഗ് എന്നാണ് കേട്ടോ. ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിൽ RPM ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റൽ സയൻസ്. അതെ, അങ്ങനെ തന്നെയാണ് കേട്ടോ, വൈറ്റൽ സയൻസ്. RPMന്റെ ഫുൾ ഫോം ചോദിക്കാം. ദെൻ ഏതൊക്കെ ഇതാണ് ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത്. RPM ഈസ് യൂസ്ഫുൾ ഫോർ അതർ കേസസ് ടു സച്ച് ആസ് കെയർ ഫോർ സീനിയർ സിറ്റിസൺസ്, കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് എ പേഷ്യന്റ്, ട്രീറ്റ്മെന്റ് ഓഫ് ബിഹേവിയർ ഹെൽത്ത് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് എക്സെട്ര. അത്രയും കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? നോട്ട് തന്നപ്പോ ഓക്കെ ആയോ? ക്ലിയർ ആണോ? നമ്മൾ കുറെ അധികം വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങള് എന്ത് ചെയ്താൽ മതി, ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അല്ല ക്രോണിക് ഇൻക്ലൂഡ് അല്ല കേട്ടോ. ക്രോണിക് ഇൻക്ലൂഡ് അല്ല, അത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവര് ട്രീറ്റ് ചെയ്യുക. അടുത്തത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആണ് കേട്ടോ. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഹാസ്, എന്താണ് ഫസ്റ്റ് പറയേണ്ടത്? റംല ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് has gathered popularity across many hospital and large organizations of medical practices. With this technology, one of requests to feed the patients information once. After that, it gets connected to numerous database, and therefore this data can be useful in the future for other lab tests and clinical departments. Finding the data manually every time is not needed then. The ease of access to a patient details is the most important benefit of using the master patient index. Also, it is totally automated, minimizes the possibility of errors, and improves the safety of the information. Okay, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. The master patient index ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. അത് ഞാൻ പറയുന്നതൊന്ന് എഴുതിയെടുക്കാം, എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് കുറച്ചുകൂടി ബെറ്റർ. എഴുതിക്കോളൂ. MPI അഥവാ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഷോർട്ട് ആണ് കേട്ടോ. ഇതിനെ ഒന്ന് ലഘൂകരിച്ച് സിമ്പിൾ ആയിട്ട് പറയുന്നേ ഉള്ളൂ. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് is a database that stores patient information, stores patient information and assigns each patient unique identifier,
ഒന്നുകൂടി പറയാം. MPI is a database that stores patient information and assigns each patient unique identifier. അതായത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് ആണ്. അത് പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അസൈൻസ്, അതെ ASSIGNS, അസൈൻസ് കറക്റ്റ് ആണ് കേട്ടോ ചിന്നു ജോസഫ്. ഓക്കെ, പേഷ്യന്റ് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഓരോ പേഷ്യന്റിനും ഒരു യൂണിക് ഐഡന്റിഫയർ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. യൂണിക് ഐഡന്റിഫയർ ആണെന്ത്, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ചില കാര്യങ്ങൾ നമുക്കിനി നോക്കാം. എന്താണ് ഈ ഒരു സ്ലൈഡിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് വിവിധ ഹോസ്പിറ്റലുകളിലും വലിയ ഓർഗനൈസേഷനിലും ജനപ്രീതി നേടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതായത് പേഷ്യന്റ് യൂണിക് ഐഡന്റിഫയർ, യൂണിക് ഐഡി കൊടുക്കുക എന്നുള്ളത് എല്ലാവിധ ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളിലും ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ ഒരു ടെക്നോളജിയിലൂടെ ഒരു തവണയാണ് രോഗിക്ക് അവരുടെ വിവരങ്ങൾ നൽകേണ്ടത്. അതായത് രോഗിക്ക് നമ്മളൊരു യൂണിക് ഐഡി കൊടുക്കുമ്പോൾ ഒറ്റ തവണ എന്ത് ചെയ്താൽ മതി, രോഗി അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഒരു തവണ എന്ത് മതി, ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ മതി. അതിനുശേഷം ഈ യൂണിക് ഐഡിയിൽ ലിങ്ക് ചെയ്തതിന് ശേഷം ഈ നിരവധി ഡാറ്റാബേസുകളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ഒരു രോഗി ഒരു ഡോക്ടറെ കാണാൻ വന്നാൽ അദ്ദേഹത്തിന് ഒരു യൂണിക് ഐഡി കൊടുക്കുന്നതാണ്. ഒറ്റ പ്രാവശ്യം അത് വെച്ചിട്ട് എന്താ ചെയ്താൽ മതി, പേഷ്യന്റ് വിവരങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് പറഞ്ഞു കൊടുത്താൽ മതി. ദെൻ ഈ വിവരങ്ങള് ആ ഹോസ്പിറ്റലിലെ മറ്റു പല ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ലെങ്കിൽ ഡാറ്റാബേസിലുള്ള ആ കാര്യങ്ങള് മറ്റു പല ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേഷ്യന്റ് ഇപ്പോ രജിസ്ട്രേഷനിൽ വന്നാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ എവിടെയാണോ പേഷ്യന്റ് പോവാൻ ആഗ്രഹിക്കുന്നത്, ഡോക്ടറിന്റെ റൂമിലാണ് പോവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സ്ഥലത്ത് ഇദ്ദേഹത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ അതിനെയാണ് എവിടെയാണോ രോഗി പോകുന്നത് അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പേഷ്യന്റ് വിവരങ്ങൾ എത്തിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഡാറ്റാബേസ് ഷെയർ എന്ന് പറയുന്നത്. അതായത് ഡാറ്റാബേസിലുള്ള കാര്യങ്ങള് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സോ ഈ ഡാറ്റ ഫ്യൂച്ചറിൽ ലാബ് ടെസ്റ്റുകൾക്കും ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉപയോഗിക്കാം. ഒരൊറ്റ തവണയാണ് എന്ത് ചെയ്യുക, ഈ ഒരു യൂണിക് ഐഡന്റിഫയറിലൂടെ കാര്യങ്ങള് പേഷ്യന്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിലേക്ക് ഈ ഒരു യൂണിക് ഐഡിയിലൂടെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ വിവിധ ലാബ് ടെസ്റ്റുകൾക്കും അതുപോലെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ യൂസിനും എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, കൂടുതൽ ഹെൽപ്ഫുൾ ആക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഇപ്പൊ ലബോറട്ടറിയിൽ പോയി അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്ന റേഡിയോളജിയിൽ പോയി അവരെന്ത് ചെയ്യേണ്ട, ഓരോ തവണയും ഇദ്ദേഹത്തിന്റെ ഡാറ്റ കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഒരൊറ്റ തവണ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുന്നതായിരിക്കും, അവർക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. ഓക്കെ, ഇനി മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രോഗിയുടെ ഡീറ്റെയിൽസിലേക്കുള്ള എൻട്രിയാണ്. എന്ത് ചെയ്യാം, ഈസി ആയിട്ട് രോഗിയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. എന്തിലൂടെ, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിലൂടെ. മാത്രമല്ല ഇത് ഇററുകൾ കുറയ്ക്കുന്നു, സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുന്നു. അതാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരൊറ്റ തവണ എന്ത് ചെയ്താൽ മതി, രോഗി രജിസ്റ്റർ ചെയ്താൽ മതി അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതിലൂടെ പിന്നെ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ ഡാറ്റ ഷെയർ ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ലാബ് പരിശോധനയ്ക്കോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് രോഗിയുടെ ഡീറ്റെയിൽസിലേക്കുള്ള എൻട്രിയാണ്. ഇത് എറേഴ്സ് കുറയ്ക്കുന്നു, സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ക്ലിയർ ആണോ, മനസ്സിലായോ?
ദെൻ അടുത്തത് wrapping it up. അതായത് wrapping it upന്റെ അവിടെ ഒരു കോമ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, HMSന്റെ ഇത്രയും കാര്യങ്ങൾ, ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, പ്രയോജനങ്ങള്. അപ്പൊ അതിനൊരു കൺക്ലൂഷൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. wrapping it up എന്ന് പറഞ്ഞാല് എന്താ പറയാ, ചുരുക്കുക അല്ലെങ്കിൽ പൊതിയുക അങ്ങനെയുള്ള അർത്ഥത്തിലാ വരിക. ശരിക്കും പറഞ്ഞാൽ കോമയുടെ തുടർച്ചയാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അത് ഒരു വലിയൊരു എന്താ പറയാ ഹെഡിങ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. HMSന്റെ ഉപയോഗം അല്ലെങ്കിൽ സിസ്റ്റം എന്തൊക്കെയാണ്, ഇതിന്റെ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഒരു കൺക്ലൂഷൻ രീതിയിൽ കൊടുത്തിരിക്കുന്നതാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്. ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം വിൽ ഗോ ഓൺ ബ്രിങ്സ് ചേഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ സർവീസ് with the assistance of powerful system in hospitals and medical procedures. Not only will the efficiency of the professionals be increased, but also their work will become easier and more organized. As a result, they focus on giving better care to the patients and improving patient engagement and contentment. In short, HIS offers a win-win situation for both the patients and the healthcare providers when it comes to refining care delivery services. അതായത് ഹെൽത്ത് കെയർ സേവനത്തിലെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്, ഈ ഒരു സിസ്റ്റം HMS അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിലൂടെ ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ ജോലി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഈസി ടാസ്കുകളായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ഓരോ സ്റ്റാഫുകൾക്കും സാധിക്കുന്നു. രോഗികൾക്ക് കെയർ കൂടുതൽ കൊടുക്കപ്പെടുന്നു. രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ HIS എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയ ഒന്നാണ്. ഇത്രയും കാര്യങ്ങളുണ്ട് കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ്? ഹെൽത്ത് കെയർ സേവനത്തില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണിത്. ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇതിലൂടെ സ്റ്റാഫുകളുടെ ജോലി ഇംപ്രൂവ് ചെയ്യിക്കുന്നു. ഈസി ടാസ്കുകളായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. രോഗികൾക്ക് കെയർ കൊടുക്കുന്നു. രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ HIS എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയ ഒന്നാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആയില്ലേ? ഇനി പറയണോ? ഒന്നുകൂടി പറയണം. ഓക്കെ, പറയാം. അതായത് ഹെൽത്ത് കെയർ സേവനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു HMS എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ സ്റ്റാഫുകളുടെ ജോലി ഇംപ്രൂവ് ചെയ്യിക്കുന്നു. ഈസി ടാസ്കുകളായിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നു. രോഗികൾക്ക് കെയർ കൊടുക്കുന്നു. രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാല് HIS അഥവാ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയ ഒന്നാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ എന്ത് ചെയ്യാണ് ഒന്നുകൂടി ചുരുക്കി പറയാണ് കേട്ടോ. ഓക്കെ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. അടുത്തത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അതായത് എന്താ പറയാ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനെ കുറിച്ച് EHR അല്ലെ, മെഡിക്കൽ റെക്കോർഡിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR is the systemized body of patients and the population electronically recorded health information in a digital format. These records can be shared across different healthcare settings. Records are shared through a network connected enterprise-wide information system or other information networks and exchanges. EHRs mainly consist of a range of data that includes demographics,
medical history, medications and allergies, immunization status, laboratory test result, radiology images, vital signs, personal statistics such as age and weight, and billing information. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അതായത് EHR അഥവാ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ രോഗികളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു രേഖയാണെന്ന് നമുക്ക് പറയാം. എന്താണ് EHR എന്ന് പറയുന്നത്? ഡിജിറ്റൽ ഫോർമാറ്റിൽ രോഗികളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു രേഖ അല്ലെങ്കിൽ റെക്കോർഡാണ്. അപ്പൊ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് എന്ത് ചെയ്യാം? രോഗികളുടെ ഡീറ്റെയിൽസ് EHR സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. EHR നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ EHR ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ, EHRs ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് പലതരത്തിലാണ് ഹോസ്പിറ്റലിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയൊക്കെയാണ് ഷെയർ ചെയ്യപ്പെടുക? നെറ്റ്വർക്ക് കണക്ഷനിലൂടെ ഷെയർ ചെയ്യപ്പെടാം. അതായത് നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? ഇത് ഷെയർ ചെയ്യുന്നത്. അതുപോലെ എന്റർപ്രൈസിന്റെ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അതായത് ആ സ്ഥാപനത്തിന്റെ ഇൻഫോർമേഷൻ സിസ്റ്റം ഉണ്ടാക്കും, അതിലൂടെ EHR ഷെയർ ചെയ്യാം. അതർ നെറ്റ്വർക്ക്, മറ്റ് നെറ്റ്വർക്കുകളിലൂടെ ഷെയർ ചെയ്യാം. ദെൻ എക്സ്ചേഞ്ച്, അതായത് മറ്റു പല എക്സ്ചേഞ്ചിങ് സംവിധാനങ്ങളിലൂടെയും EHR ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു EHR എന്ന് പറയുന്നത് ഷെയർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ EHR ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റ ഉണ്ട്. കുറേ അധികം ഡാറ്റകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെ ഡാറ്റകളാണ് കാണപ്പെടുന്നത് നോക്കാം. അതായത് ഡെമോഗ്രാഫിക്സ്, അതായത് ഒരു രോഗിയുടെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് ഡെമോഗ്രാഫിക്സിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ പേര്, ഏജ്, ജെൻഡർ, അഡ്രസ്, ഫോൺ നമ്പർ, അങ്ങനെ എല്ലാ ഇൻകം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിൽ വരുന്നുണ്ട്? ഡെമോഗ്രാഫിക്സിലാണ് വരുന്നത്. ദെൻ മെഡിക്കൽ ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ പാസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി, അദ്ദേഹം ഏത് മരുന്നുകളാണ് കഴിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഏത് ഡോക്ടറെയാണ് കണ്ടത്. ദെൻ മെഡിക്കേഷൻസ്, അദ്ദേഹം ഇപ്പൊ കഴിക്കുന്ന മരുന്നുകള്. ആൻഡ് അലർജീസ്, അദ്ദേഹത്തിന് എന്തെങ്കിലും അലർജീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും. ദെൻ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, അദ്ദേഹം റിസീവ് ചെയ്ത വാക്സിൻസിന്റെ ഒക്കെ പേരുകള്. ദെൻ ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ടുകൾ, അദ്ദേഹത്തിന് ഇതുവരെ എടുത്തിട്ടുള്ള ടെസ്റ്റ് റിസൾട്ടുകള്. റേഡിയോളജി ഇമേജസ്, അതായത് MRI, എക്സ്റേ, CT പോലുള്ള കാര്യങ്ങള് റേഡിയോളജി ഇമേജിലാണ് വരിക. ദെൻ വൈറ്റൽ സയൻസ്, പ്രധാനപ്പെട്ട വൈറ്റൽ സയൻസ്. ദെൻ പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് ഏജ് ആൻഡ് വെയിറ്റ്, പിന്നെ ചില കേസുകളിൽ ഏജ്, വെയിറ്റ്, അതുപോലെ രോഗികളുടെ ബില്ലിംഗ് ഇൻഫർമേഷൻ, അത് എത്ര തുകയാണ് കെട്ടിവെച്ചിട്ടുള്ളത് ഇതേവരെയുള്ള ചികിത്സയ്ക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തിലുണ്ടാവുന്നതാണ്? ഈ ഒരു EHR ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും വരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എവിടെ തുടങ്ങിയാണ്? EHR may consist of range of data that includes demographics, medical history, medications and allergies, immunization status, laboratory test result, radiology image, vital signs, personal statistics such as age and weight and billing information. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ്, ഈ താഴെ കാണുന്ന പാരഗ്രാഫ് ഒന്ന് 2 മിനിറ്റ് എടുത്തൊന്ന് റീഡ് ചെയ്യാം.
വായിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു കേട്ടോ. നോക്കാം നമുക്ക്. For several decades, electronic health records (EHRs) have been evaluated as key to enhancing quality care. Electronic health records are used for other reasons than charting for patients. Today, providers are using data from patient records to enhance quality outcomes by means of their care management programs. EHR contains all patient demographics into a large pool and uses this information to help with the creation of new treatments or innovation in healthcare delivery, which overall improves the goals in healthcare, containing multiple types of clinical data from the system. Health records has aided clinicians, clinicals, recognize and stratify chronically ill patients. EHR can improve quality care by using the data and analytics to avert hospitalization among high-risk patients. EHR systems are outlined to record and store data correctly and to capture the state of a patient over time. It removes the need to trace down a patient's previous paper medical records and helps in ensuring data is up to date, accurate and readable. It also allows open communication between the patient and the provider while providing privacy and security. It can lessen the risk of data replication since there is only one modifiable file, which means the file is more likely up to data and reduces the risk of lost paperwork and is cost efficient. Because of the digital information being searchable and in a single file, EMRs, electronic medical record, are more effective when taking out medical data for the examination of possible trends and long-term changes in a patient population-based studies of medical records may also be made easier by the widespread adoption of EHRs and EMRs. Okay, EMRs. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? വിവിധ പദ്ധതികൾ, അതായത് കുറേയധികം കാലങ്ങളായിട്ട് EHR എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള പരിചരണം കൊടുക്കുന്നതില് ഒരു കീ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് രോഗികൾക്ക് വളരെ കാലങ്ങളായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുന്നുണ്ട്. ഒരു ചാർട്ട് എന്ന രീതിയിലല്ലാതെ റിസൾട്ടുകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു ചാർട്ടിംഗ് രീതിയിൽ രോഗികൾക്ക് ഓരോ കാര്യങ്ങള്, അതായത് എന്താ പറയാ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ചാർട്ട് പോലെ നമ്മൾ കൊടുക്കുന്നതല്ല. അപ്പോ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ എങ്ങനെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് രോഗികൾക്ക് കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രോഗികളുടെ ഡെമോഗ്രാഫിക്സ് യോജിപ്പിക്കുകയും ലിങ്ക് ചെയ്യിപ്പിക്കുകയും ആരോഗ്യ മേഖലയില് പുതിയ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു ഹെൽത്ത് റെക്കോർഡാണ് ഇത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ഇന്ന് ഇത്രയും വരെ പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിക്ചർ ഞാൻ കാണിച്ചു തരാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. പേഷ്യന്റ് മോണിറ്റർ ഇൻഡെക്സ് ഒക്കെ കാണിച്ചു തരാം എന്താണെന്ന്. റിമോട്ട് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഉണ്ടല്ലോ, അതും കാണിച്ചു തരാം. അപ്പോ ഇന്ന് ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും കാര്യം ക്ലാരിഫൈ ചെയ്യാനെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഓക്കെ, അതൊന്ന് എഴുതിയെടുത്താൽ മതി, പോയിന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യൂ കേട്ടോ. അതായത് ആദ്യം തുടങ്ങി പാരാഗ്രാഫ്, സെക്കൻഡ് പാരാഗ്രാഫ് ഒന്നും കൂടി പറഞ്ഞ് തുടങ്ങിയിട്ട് ഞാൻ എടുക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എടുത്തതില് നമ്മളിപ്പോ എന്തൊക്കെ എടുത്തു?
റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എടുത്തു, ഇ പ്രിസ്ക്രൈബിംഗ് എടുത്തു, ദെൻ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എടുത്തു. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എടുത്തു. എല്ലാവർക്കും ക്ലിയർ ആണോ? 4 കാര്യങ്ങൾ എടുത്തത് ക്ലിയർ ആണോ? പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ക്ലിയർ ആയോ? പറഞ്ഞേ നിങ്ങള്. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഓക്കെ ആണോ? ക്ലിയർ അല്ലേ പേഷ്യന്റ് ഷെഡ്യൂളിംഗ്? ദെൻ ഇ പ്രിസ്ക്രൈബിംഗ് ക്ലിയർ ആണോ? ദെൻ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. റാപ്പിംഗ് ഇറ്റപ്പ് ഒന്നുകൂടി പറയണം. റാപ്പിംഗ് ഇറ്റപ്പ് എന്ന് പറഞ്ഞാല് ചുരുക്കി പറയുന്നതാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം ഞാൻ. അതായത് ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന്റെ ഒരു സർവീസിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഈ ഒരു HMS അഥവാ ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ എങ്ങനത്തെയാണ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നില്ല, വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് പറ്റുന്നുണ്ട്. ദെൻ സ്റ്റാഫുകളുടെ ജോലി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതായത് അവരുടെ ജോലി ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യാനായിട്ട് ഇംപ്രൂവ് ആവുന്ന ഈ ഒരു സിസ്റ്റത്തിലൂടെ. കാരണം അതിന്റെ ഹെൽപ്പോട് കൂടിയാണ് അവർ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ ഓരോ ടാസ്കുകളും ചെയ്യുക സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി. ദെൻ ഈസി ടാസ്കുകളാക്കി ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവർക്ക് ഓരോ ജോലികൾ കൊടുക്കുമ്പോഴും ഈ സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. രോഗികൾക്ക് ഇതിലൂടെ കൂടുതൽ കെയർ കൊടുക്കാൻ സാധിക്കുന്നു. രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോ അത് ചുരുക്കി പറഞ്ഞാൽ HCS എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒന്നാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? റാപ്പിംഗ് ഇറ്റ് ഓക്കെ. ദെൻ EHR ആണ് പറഞ്ഞത്. അതൊന്നും കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ, സെക്കൻഡ് പാരാഗ്രാഫ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഞാൻ തന്നിരിക്കുന്ന നോട്ടുകൾ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. അത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് വായിച്ചു പോവുക കേട്ടോ. സിമ്പിൾ ആക്കി പറഞ്ഞു തന്നിരിക്കുന്നതാണ്. അത് അതൊന്ന് വായിച്ചു വെക്കുക. ഓക്കെ, പഠിച്ചു വെക്കുക. ഇത് തന്നെയാണ്. ഇത് ഞാനൊന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞു തന്നു മാത്രം. എനിക്ക് മനസ്സിലായ കാര്യം ഷോർട്ട് ആയിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാണ്. Thank you, Miss.